ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി ഒരു വീട്, ആ വീട്ടിലെ 3 പേര്, 2 പേര് രക്ഷപ്പെടുകയും സുമതി മരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇവിടെ അവരുടെ മകളുടെ വീട്ടിൽ അച്ഛൻ ദേവിയും സഹോദരനും ഉൾപ്പെടുന്നത്. സഹോദരൻ ചളിയിലാണ്ടുപോയി. പിന്നീട് നാട്ടുകാരൊക്കെ വന്ന് രക്ഷപ്പെടുത്തുന്നു. ലിപിയോടൊപ്പം പുറത്തിറങ്ങിയതായിരുന്നു സുമതി. കൈവിട്ടു പോയപ്പോൾ സുമതി മരണത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. അവരുടെ കുടുംബം വലിയ പ്രയാസത്തിലാണ്. അവരുടെ ദുഃഖത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദുരന്തത്തിൻ്റെ ഭാഗമായി നിരവധി ആളുകൾ നമ്മെ മുട്ടിപ്പിരിഞ്ഞിട്ടുണ്ട്. കടൽക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി ആളുകൾ ഇപ്പോഴും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കിട്ടിയിട്ടില്ല. വളരെ ലാഘവത്തോടു കൂടിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. ക്യാമ്പുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഞാനിങ്ങോട്ട് വരുമ്പോൾ വാർത്ത കാണുകയും ചങ്ങനാശ്ശേരി ഗവൺമെൻറ് LP സ്കൂളിലെ ഒരു ക്യാമ്പിൻ്റെ ചിത്രം റിപ്പോർട്ട് ചെയ്തു. 2:15 വരെ ഇന്നലെ മുതൽ ക്യാമ്പിൽ താമസിക്കുകയാണ് അവർ. അവർക്ക് ഭക്ഷണമില്ല, വെള്ളം പോലും ഇല്ല, മറ്റൊരു സൗകര്യമില്ല. വി ഡി സതീശൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, പറഞ്ഞത് ഞാൻ 3 മണിക്കാണ് ഭക്ഷണം കഴിച്ചത് എന്നാണ്. ഇന്ന് 3 മണി വരെ അവർക്ക് ഭക്ഷണം കിട്ടി. മുഖ്യമന്ത്രിയുടെ 3 മണിക്കൂറിൻ്റെ ഭക്ഷണം അതൊരു വലിയ വാർത്തയായിട്ട് അദ്ദേഹം തന്നെ അവതരിപ്പിക്കുമ്പോൾ ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്ക് ഇന്നലെയും ഇന്ന് രാവിലെയും ഇന്ന് 2:15 മണി വരെയും ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന വാർത്തയാണ് റിപ്പോർട്ടർ TV അവിടെ നിന്ന് തന്നെ സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. ഇത് ഏതെങ്കിലും ഒരു ക്യാമ്പിൻ്റെ മാത്രം അനുഭവമല്ല. ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഒരു ക്യാമ്പിൽ